നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചിയർ ലീഡർ. നിങ്ങൾ സ്വയം നിങ്ങളെ തടയാതെ മറ്റാർക്കും നിങ്ങളെ തടയാൻ സാധിക്കുകയില്ല. നമ്മളിൽ ജനിക്കുന്ന ഓരോ സംശയവും, ഭയവും, പരിമിതമായ ചിന്തകളും നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന വാക്കുകളെ ആശ്രയിച്ചാണുള്ളത്. വാക്കുകൾക്ക് നമ്മെ തകർക്കാൻ സാധിക്കുമെങ്കിൽ വാക്കുകൾ ഉപയോഗിച്ച് തന്നെ നമുക്ക് നമ്മെ സ്വയം പടുത്തുയർത്തുവാനും സാധിക്കുന്നതാണ്. നമ്മൾ നമ്മളെ തന്നെ ബ്ലെസ് ചെയ്യുമ്പോൾ, അനുഗ്രഹിക്കുമ്പോൾ, പവർ നൽകുന്ന, കോൺഫിഡൻസ് നൽകുന്ന, വിശ്വാസം വർദ്ധിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ മറ്റാർക്കും നൽകാൻ സാധിക്കാത്ത ആ ഒരു സ്ട്രെങ്ത്, ശക്തി നമ്മൾ അൺലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. സെൽഫ് ബ്ലെസ്സിങ് വെറും പോസിറ്റീവ് തിങ്കിങ് അല്ല. സെൽഫ് ബ്ലെസ്സിങ്ങിലൂടെ നമ്മൾ നമ്മുടെ കഥയെ, ഭാവിയെ മാറ്റി എഴുതുകയാണ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോയിൽ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ശക്തിയെക്കുറിച്ചും നമ്മുടെ മൈൻഡ് സെറ്റിൽ മാറ്റങ്ങൾ വരുത്തി സക്സസിലേക്ക് കുതിക്കുവാനും നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതം ഉണ്ടാക്കിയെടുക്കുവാനും സെൽഫ് ബ്ലെസ്സിങ് എങ്ങനെ സഹായിക്കുമെന്ന് നമ്മൾ നോക്കാൻ പോകുന്നു. വാക്കുകൾ ശക്തങ്ങളാണ്. നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും അങ്ങനെ നമ്മുടെ റിയാലിറ്റിയെ തന്നെയും സൃഷ്ടിക്കുവാൻ അതിന് കഴിവുണ്ട്. പുരാതനമായ മന്ത്രങ്ങൾ മുതൽ ഈ ഒരു കാലത്ത് വളരെ വ്യാപകമായി ഉപയോഗിക്കുന്ന അഫർമേഷൻസ് വരെ വാക്കുകളുടെ ശക്തി ഉപയോഗിച്ച് തങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ആളുകൾ ഉപയോഗിക്കുന്നു. ഇവയുടെ പിന്നിലെ സയൻസും സ്പിരിച്വാലിറ്റിയും പ്രാക്ടിക്കലായി നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നും നമ്മൾ നോക്കാൻ പോകുന്നു. ന്യൂറോ സയൻസ് പഠനങ്ങൾ കാണിക്കുന്നത് പോസിറ്റീവ് അഫർമേഷൻ നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സെന്ററുകളെ ആക്ടിവേറ്റ് ചെയ്യുന്നുവെന്നാണ്. ഇത് തലച്ചോറിലെ ന്യൂറൽ പാത്വേസിനെ റീവയർ ചെയ്യുവാനും പോസിറ്റീവ് തിങ്കിങ് കൂടുതൽ നാച്ചുറലായി, സ്വാഭാവികമായി നമ്മിൽ ഉണ്ടാകുവാനും സഹായിക്കുന്നു. ഡോക്ടർ മസാറു ഇമോട്ടോയുടെ വാട്ടർ എക്സ്പെരിമെന്റ് വാക്കുകളുടെ ശക്തിയെ തെളിയിക്കുന്നതാണ്. വാക്കുകൾക്ക് വെള്ളത്തിന്റെ തന്മാത്ര ഘടനയെ, മോളിക്യുലാർ സ്ട്രക്ചറിനെ പോലും മാറ്റുവാൻ സാധിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി. അങ്ങനെയെങ്കിൽ വാക്കുകൾക്ക് നമ്മുടെ ശരീരത്തിനെ സ്വാധീനിക്കാൻ സാധിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. കാരണം നമ്മുടെ ശരീരം 60% വെള്ളമാണ്. മാനിഫെസ്റ്റേഷൻ എന്നത് മാജിക് അല്ല, അതൊരു മൈൻഡ് സെറ്റാണ്, മനോഭാവമാണ്. നിങ്ങൾ നിങ്ങളെ തന്നെ നിരന്തരമായി പോസിറ്റീവ് വാക്കുകളാൽ ബ്ലെസ് ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ എനർജിയെ നിങ്ങളുടെ സ്വപ്നങ്ങളുമായി അലൈൻ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളെ തന്നെ സക്സസിനും ഹാപ്പിനെസ്സിനും യോഗ്യതയുള്ള വ്യക്തിയായി കാണുമ്പോൾ നിങ്ങൾ ബോധപൂർവമല്ലാതെ തന്നെ അതിനായുള്ള ആക്ഷൻസ് എടുക്കുകയും അങ്ങനെ നിങ്ങളുടെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി, നിങ്ങൾ നിരന്തരം ഞാൻ കോൺഫിഡന്റ് ആണ്, കഴിവുള്ള വ്യക്തിയാണ് എന്നെല്ലാം പറയുമ്പോൾ നിങ്ങൾ അവസരങ്ങളെ കണ്ടെത്തുവാനും റിസ്കുകൾ എടുക്കുവാനും ചലഞ്ചുകളെ മറികടക്കുവാനും കൂടുതൽ ശ്രമിക്കുന്നതാണ്. ഇത് സൈക്കോളജി ആക്ഷനിലേക്ക് വരുന്നതാണെന്നും പറയാം. നമ്മുടെ വിശ്വാസങ്ങളാണ് സക്സസിന് ആരംഭം കുറിക്കുന്നത്. ഹൈ അച്ചീവേഴ്സ് ആയാലും അത്ലറ്റ്സ് ആയാലും ഓൺട്രപ്രീനേഴ്സ് ആയാലും അവരുടെ അഭിലാഷങ്ങളെ ജീവനിലേക്ക് കൊണ്ടുവരുവാൻ പോസിറ്റീവ് സെൽഫ് ടോക്ക് ഉപയോഗിച്ചവരാണ്. ഇനി സ്വയം ബ്ലെസ് ചെയ്യുവാനുള്ള ചില പ്രായോഗിക മാർഗങ്ങൾ പറയാം. ദിവസത്തിൽ 2 തവണ രാവിലെയും വൈകിട്ടും 5 മിനിറ്റോളം മാത്രം എടുത്ത് സെൽഫ് ബ്ലെസ്സിങ് പ്രാക്ടീസ് ചെയ്യുന്നത് അത്ര പ്രയാസകരമായിരിക്കുകയില്ല. എന്നാൽ അതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റ്സ് വളരെയേറെയാണ് താനും. ആദ്യം മോർണിംഗ് പ്രാക്ടീസ് നോക്കാം. കൈകൾ ഹൃദയത്തിലോ നെറ്റിയിലോ തലയുടെ മുകളിലോ വെച്ചുകൊണ്ട് സെൽഫ് ബ്ലെസ്സിങ് ചെയ്യാൻ ശ്രമിക്കാം. ഇത് ബ്ലെസ്സിങ്ങിനൊരു ഫിസിക്കൽ കണക്ഷൻ ഉണ്ടാക്കുവാനും കൂടുതൽ ഊഷ്മളതയും സേഫ്റ്റിയും അനുഭവപ്പെടുവാനും സഹായിക്കും. ഇനി കുറച്ചു തവണ ആഴത്തിൽ ശ്വാസമെടുക്കാം. ഇനി സ്വയം അനുഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ആവശ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പറയാം. ഉദാഹരണമായി, ഞാൻ ദൈവിക സ്നേഹത്താലും സംരക്ഷണത്താലും വലയം ചെയ്യപ്പെട്ടിരിക്കുന്നു. ഞാൻ ശാന്തിയും സമാധാനവും സന്തോഷവും കൊണ്ട് നിറയട്ടെ. എൻ്റെ മനസ്സിൽ വ്യക്തതയും ഹൃദയത്തിൽ സ്നേഹവും ശരീരത്തിന് ആരോഗ്യവും ഉണ്ടാകട്ടെ. ഞാൻ എന്നോട് തന്നെ പൂർണ്ണമായും ക്ഷമിക്കുകയും എന്നെ തന്നെ പൂർണ്ണമായും അംഗീകരിക്കുകയും ചെയ്യുന്നു. ഞാൻ എന്നെ തന്നെ ആത്മവിശ്വാസത്താൽ നിറയാൻ അനുഗ്രഹിക്കുന്നു. സക്സസും പുതിയ അവസരങ്ങളും എനിക്കുണ്ടാകുമാറാകട്ടെ. ജീവിതത്തിന് നൽകാൻ കഴിയുന്ന എല്ലാ നന്മകളാലും ഞാൻ നിറയട്ടെ. ഇതുപോലെയുള്ള സ്വയം അനുഗ്രഹിക്കുന്ന വാക്യങ്ങൾ പറയാം. ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ഇന്റൻഷനലായി ബോധപൂർവം
പോസിറ്റീവായ കാര്യങ്ങൾ പറയുകയും അങ്ങനെ പോസിറ്റീവായ അനുഭവങ്ങളെ ജീവിതത്തിലേക്ക് ആകർഷിക്കുകയുമാണ് ചെയ്യുന്നത്. കാരണം വാക്കുകൾ എനർജിയാണ്. നമ്മളും ചുറ്റുമുള്ള എല്ലാ കാര്യങ്ങളും എനർജി തന്നെയാണ്. അതുകൊണ്ട് വാക്കുകളിലെ എനർജി നമ്മുടെ എനർജി ഫ്രീക്വൻസിയെ സ്വാധീനിക്കുന്നു. അങ്ങനെ നമ്മുടെ ചിന്താഗതിയിലും വികാരങ്ങളിലും ശാരീരികമായ അവസ്ഥയിലും നമ്മുടെ പ്രവൃത്തികളിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വാക്കുകൾക്ക് സാധിക്കുന്നു. ഇനി വാക്കുകൾ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ അവ വിഷ്വലൈസ് കൂടി ചെയ്താൽ അവ കൂടുതൽ പവർഫുൾ ആകും. പറയുന്ന കാര്യങ്ങളെ എംബോഡി ചെയ്യുവാൻ, ഉൾക്കൊള്ളുവാൻ ഇതുമൂലം നമുക്ക് സാധിക്കുന്നു. നമ്മുടെ മനസ്സിന് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൂടുതൽ വിശ്വസനീയമായി തോന്നുവാൻ അത് കാരണമാകും. ബ്ലെസ്സിങ്ങിന് ശേഷം നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഉള്ള കാര്യങ്ങൾക്കും ലഭിക്കാൻ പോകുന്ന കാര്യങ്ങൾക്ക് മുൻകൂട്ടിയും നന്ദി പറയാം. അവസാനം കുറച്ചു തവണ ആഴത്തിൽ ശ്വാസമെടുക്കുകയും കളയുകയും ചെയ്യാം. ആഴത്തിലുള്ള ശ്വസനം ബ്ലെസ്സിങ് തുടങ്ങുമ്പോഴും അവസാനിപ്പിക്കുമ്പോഴും എടുക്കുന്നത് ഈ ബ്ലെസ്സിങ്ങിൻ്റെ എനർജിയെ നിങ്ങളുടെ ശരീരത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യുവാൻ, സംയോജിപ്പിക്കുവാൻ സഹായിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്റ്റെപ്സ് ഇവയാണ്. 1. കൈകൾ ഹൃദയത്തിലോ നെറ്റിയിലോ തലയിലോ വയ്ക്കാം. 2. ആഴത്തിൽ കുറച്ചു തവണ ശ്വാസമെടുക്കാം. 3. സ്വയം അനുഗ്രഹിച്ചുകൊണ്ടുള്ള വാക്യങ്ങൾ പറയാം. കൂടെ അവ വിഷ്വലൈസ് ചെയ്യാം. 4. നന്ദി പ്രകാശനം നടത്താം. 5. വീണ്ടും ആഴത്തിൽ ശ്വാസമെടുത്ത് അവസാനിപ്പിക്കുക. ഇത് രാവിലെ പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇനി വൈകുന്നേരം കിടക്കാൻ പോകുന്നതിന് മുൻപ് മറ്റൊരു പ്രാക്ടീസ് ചേർക്കുന്നതും നല്ലതായിരിക്കും. മിറർ വർക്ക്. ഇവിടെ നമ്മൾ കണ്ണാടിയുടെ മുൻപിൽ നിന്നുകൊണ്ട് കണ്ണിലേക്ക് നോക്കി സ്വയം അനുഗ്രഹിക്കുകയും സ്നേഹത്തോടെ സ്വയം സംസാരിക്കുകയും ചെയ്യുന്നു. ഇത് സെൽഫ് ലവിനും സെൽഫ് ഹീലിംഗിനും സബ് കോൺഷ്യസ് റീപ്രോഗ്രാമിങ്ങിനും വളരെ സഹായകരമാണ്. കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ നമ്മൾ നമ്മുടെ ആത്മാവുമായി കണക്ട് ചെയ്യുകയും അങ്ങനെ ബ്ലെസ്സിങ് കൂടുതൽ പേഴ്സണലും പവർഫുള്ളായി മാറുകയും ചെയ്യുന്നു. ഇവയാണ് മിറർ വർക്കിനായുള്ള സ്റ്റെപ്സ്. 1. കണ്ണാടിയുടെ മുന്നിൽ നിന്നുകൊണ്ട് ആഴത്തിൽ ശ്വാസമെടുക്കാം. 2. സ്വയം അനുഗ്രഹിച്ചുള്ള വാക്യങ്ങൾ കേൾക്കാവുന്ന സ്വരത്തിൽ പറയാം. ഇത് ചെറുതായി പുഞ്ചിരിച്ചുകൊണ്ട് പറയാൻ ശ്രമിക്കാം. 3. ഇത് 3 മുതൽ 5 തവണ ആവർത്തിക്കാം. കൂടെ പറയുന്ന വാക്കുകൾ ഫീൽ ചെയ്യാനും ശ്രമിക്കാം. 4. അവസാനം സ്വയം നന്ദി പറയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് കണ്ണുകളിൽ നോക്കി പറയാം. എന്നെ ജീവിതത്തിൽ ആരും സപ്പോർട്ട് ചെയ്യാനില്ലാത്തത് കൊണ്ടാണ് എനിക്ക് ജീവിതത്തിൽ ഉയരാൻ സാധിക്കാത്തതെന്ന് നമ്മളിൽ പലരും പറയാറുണ്ട്. എന്നാൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തന്നെ നിലനിന്നാൽ മറ്റാർക്കും നിങ്ങളെ തടയാനാവുകയില്ല. നിങ്ങളുടെ വാക്കുകളാണ് നിങ്ങളുടെ ശക്തി. ജീവിതയാത്ര എത്ര കഠിനമായി തോന്നിയാലും നമ്മളെ വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി നമ്മൾ തന്നെയായിരിക്കണം. അതുകൊണ്ട് ഇന്ന് തന്നെ തുടങ്ങാം. ബ്ലെസ് യുവർ സെൽഫ് ഡെയിലി. സ്വന്തം ശക്തിയെ തിരിച്ചറിയണം എന്ന് തോന്നുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. എപ്പോഴും ഓർത്തിരിക്കാം, the only limits that exist are the ones you place on yourself.